മാന്യ സുഹൃത്തുക്കളെ, സ്വാഗതം. ഇതൊരു വിഷുക്കാലമാണ്. അങ്ങനെ ഓരോ ഋതുക്കളും കടന്നു പോകുമ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഒരു കാലഘട്ടം കൂടി നമ്മൾ പിന്നിലാക്കി അല്ലെങ്കിൽ കഴിഞ്ഞുപോയി എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴും ആ തോന്നലുണ്ടാവണമെന്നാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ ജീവിച്ചു എന്നുള്ളൊരു അനുഭവം ഉണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പിന്നിലാണ് അങ്ങനെയുള്ള തോന്നലിൻ്റെ പ്രസക്തി ഉള്ളത്. നമ്മളുടെ മെഡിറ്റേഷൻ എന്നുള്ള ഭാഗം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മളെ സൈക്കോളജിയുടെ 16-ാം അധ്യായത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ലക്കത്തിലൊക്കെ പറഞ്ഞത് നമ്മളുടെ മാതാപിതാക്കളുടെ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ നർച്ചറിങ് ആ ഒരു സാഹചര്യങ്ങളിലൂടെ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ എത്രമാത്രം അഡാപ്റ്റേഷൻ, അതായത് സാഹചര്യങ്ങൾ സമൂഹമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് നമ്മളെ വ്യക്തിത്വത്തെ കൂടി അത് ബാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതായത് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളിൽ നിന്നും അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് അവർ പുലർത്തുന്ന ഒരു സമീപനമാണ്. കർശനമായ നിലപാടുകൾ സ്വീകരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉറക്കെ പറയുക, അനുസരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദേഷ്യപ്പെടുക, ഇതൊക്കെ സാധാരണ മനുഷ്യരിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് അതിനകത്ത് ഞാനതിനെ വളരെ എടുത്തു പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഓരോ കൊച്ചുകുട്ടിയും മുതിർന്നു വരുമ്പോൾ ഈ സ്വഭാവത്തിലേക്ക് മാറുക. അവർ മാതാപിതാക്കളാവുമ്പോൾ ഈ സ്വഭാവമാണ് കാഴ്ചവെക്കുക. അതായത് ഈ സൈക്കോളജി എന്ന് പറയുന്ന ഭാഗം മനസ്സിലാക്കിയെടുക്കേണ്ടത്, നമ്മളുടെ ഓരോരുത്തരിലും ഉള്ളത് നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു ധാരണയുണ്ട്, പക്ഷെ ശരിയായ ധാരണയൊട്ട് ഇല്ലാതാനും എന്ന് നമുക്ക് ചുറ്റുപാടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ വ്യക്തമായിട്ട് അറിയാനും പറ്റും. അപ്പോൾ ആ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്, എന്നിലുള്ള സൈക്കോളജിക്കൽ കാര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മളെ ഈ ചാനൽ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തർക്കും സൈക്കോളജി എന്താണെന്നുള്ള അറിവുണ്ടായാൽ മതി. ഈ സൈക്കോളജി എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുകൂടി അറിയണം. കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞു വന്നത് അഡാപ്റ്റേഷൻ ഏതൊക്കെ വിധത്തിലാവുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു കുട്ടി വളർന്നു വലുതാവുമ്പോൾ ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ കടുത്ത നിലപാട്, അതുമൂലം ഓരോ നിലപാടുകൾ അല്ലെങ്കിൽ ഓരോ സ്വഭാവങ്ങൾ ഉണ്ടായിത്തീരാനായിട്ട് അത് കാരണമാകുന്നു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുക, ഒരു കുട്ടിയെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക. ആ ഒരു കുട്ടിക്ക് 2 അടി 1.5 അടി 2 അടിയൊക്കെ പൊക്കം ഉണ്ടാവുള്ളൂ ഒരു 2 വയസ്സ് വരെ സമയമൊക്കെ ആകുമ്പോൾ. പക്ഷേ 5 അടി 5.5 അടി 6 അടിയൊക്കെ ഉയരമുള്ള ആളുകൾ അവർ ഭീമാകാരമായ രൂപങ്ങളാണ്. ഇപ്പൊ അച്ഛനൊക്കെ അല്ലെങ്കിൽ നമ്മളെ മുതിർന്ന ആൾക്കാരൊക്കെ നമ്മളൊന്ന് മുറുകി പിടിച്ചാൽ മതി, ഒരു കൈ കൊണ്ട് നമ്മളെ പൊക്കിയെടുക്കാൻ പറ്റും, ഇല്ലേ? അപ്പൊ അത്രയ്ക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ ജീവികളാവുമ്പോൾ അവരനുസരിക്കാനായിട്ട് കുട്ടികൾ നിർബന്ധിതരാകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് അനുസരണ പഠിപ്പിക്കുന്നതെന്ന് ചുരുക്കം. അപ്പൊ ആ അനുസരണയുടെ ഭാഗമായിട്ട് നമ്മൾ ആകെ ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ ചുരുങ്ങിപ്പോകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ലക്കത്തിലൊക്കെ നമ്മൾ വിവരിക്കുന്നത്. ഒരു അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാനുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കും. ഏത് സാഹചര്യങ്ങളും എന്നുള്ളതാണ് നമുക്ക് പ്രശ്നമായി തീരുന്നത്. കാരണം എപ്പോഴും നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴൊക്കെ മുതിർന്ന ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ മുകളിലുണ്ടാവും. അപ്പം അവരുടെയൊക്കെ താല്പര്യങ്ങളൊക്കെ നമ്മൾക്ക് സംരക്ഷിക്കണം, അവർ പറയുന്നത് ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവരെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു ആ ലെവലിലാവണം. നല്ല സ്വഭാവത്തിലാവണം, നല്ല പെരുമാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, നല്ലോണം പഠിക്കണം, ജീവിതത്തിൽ ഉയർന്നു വരണം, കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഓരോരോ നല്ല നല്ല കാര്യങ്ങളാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് നമ്മളെ മെരുക്കിയെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒന്ന് അടിച്ചൊതുക്കിക്കൊണ്ടാണ് അവർ നേടുന്നത് എന്നുള്ളതാണ് തെറ്റ്.
തെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മാറ്റങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായി ശരിയെന്ന് ഓരോരുത്തരും വിശ്വസിക്കുന്നത് ഇതൊക്കെയാണ്. അപ്പം അങ്ങനെ അഡാപ്റ്റേഷനിലേക്ക് ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാവരെയും സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്നേഹമാണ്. അതായത് അൺകണ്ടീഷണൽ ലവ് ആൻഡ് അറ്റൻഷൻ എന്ന് ഏറ്റവും ചുരുക്കി പറയാം. അപ്പം ഈ കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മളിൽ മാനസികമായ തൃപ്തി അല്ലെങ്കിൽ മാനസികമായ ഒരു നിറവ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ആ മാനസികമായ നിറവാണ് നമ്മൾ ലക്ഷ്യമാക്കിയെടുക്കുന്നത്. ഐ ആം ഓക്കെ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഈ മേൽപ്പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഇതൊന്നും ലഭ്യമല്ലാതിരിക്കുമ്പോൾ, അതായത് ഓരോ വ്യക്തികളും ഒരു VIP എന്ന രീതിയിലുള്ള പരിഗണനയാണ് ആകമേ ആഗ്രഹിക്കുന്നത്. നമ്മൾ VIPകളാണ്. പക്ഷേ നമുക്ക് ആ പരിഗണനയും ആ സ്വാതന്ത്ര്യവും ആ അംഗീകാരവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ VIPകളാവുന്നുള്ളൂ. ഏറ്റവും പ്രത്യേകത, നമ്മളങ്ങനെ ഒരു VIP പരിഗണന ഒരിക്കലും അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരും അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് നമ്മളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അബോധമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്നും തരം താഴ്ത്തപ്പെടുക, അതിൽ നിന്ന് നമ്മൾ താഴെ ഇറങ്ങുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് മനസ്സ് നമുക്ക് എന്തൊക്കെയോ പോരായ്മകളുണ്ട്, എനിക്ക് മതിയായില്ല, അല്ലെങ്കിൽ എനിക്ക് ഇനിയും എന്തൊക്കെയോ ആവണം എന്നുള്ള ഒരു തൃഷ്ണയിലേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അഡാപ്റ്റഡ് ചൈൽഡിന്റെ ഉള്ളിലെ താല്പര്യങ്ങളാണ്. അപ്പൊ ഇതിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ മാനസികമായ തലത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതായത് ഓരോ പുതിയ ആളുകളിൽ നിന്നും, ഓരോ പുതിയ സാഹചര്യങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ഓരോ ആഘോഷ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അകമേ ആഗ്രഹിക്കുന്നത് ഈ VIP പരിഗണനയാണ്. ജീവിതത്തിൽ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളിപ്പോൾ ചെല്ലുന്ന സാഹചര്യങ്ങൾ ഒരു VIP ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഭാഷ പറഞ്ഞാൽ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ ഉണ്ടായിരിക്കും. അപ്പം അവർക്ക് ലഭിക്കുന്ന പരിഗണന അതെല്ലാം നമ്മൾ കാണുന്നു. എനിക്കും അത് വേണമെന്ന് അകമേ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പം ഇതാണ് അബോധതലത്തിൽ ആഗ്രഹിക്കുന്നത്. ഇത് നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തൊക്കെയോ അല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം. മാനസികമായ ഒരു അവസ്ഥ, ഒരു നിറവ് നേടിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആ മാനസികമായ നിറവ് എല്ലായ്പ്പോഴും എപ്പോഴും എല്ലാവരിൽ നിന്നും കിട്ടാനായിട്ട് ഒരു സാഹചര്യവുമില്ല. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. എന്ന് പറഞ്ഞാൽ നമ്മൾ അഡൽട്ട് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പക്വത എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥമാണ് അഡൽട്ട്. നമുക്ക് നമ്മളുടേതായ ഒരു സ്ഥാനം സമൂഹം കൽപ്പിച്ച്, വീട്ടുകാർ കൽപ്പിച്ച്, കൂട്ടുകാർ കൽപ്പിച്ചത് അല്ലെങ്കിൽ എന്താണോ അത്, ആ അവസ്ഥ ഇത് എൻ്റെ തന്നെയാണ്, ഞാൻ അതാണ്, എനിക്കത് മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അഡൽട്ട്. പക്ഷെ മനസ്സെപ്പോഴും പുതുമ അല്ലെങ്കിൽ പരിഗണന, അല്ലെങ്കിൽ ആ VIP അല്ലെങ്കിൽ ആ ഹീറോയിൻ പരിഗണന തേടിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മളുടെ ശ്രമങ്ങളെല്ലാം, ഉള്ളാലുള്ള ശ്രമങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ആ അഡാപ്റ്റേഷൻ നമ്മളെ ചുരുക്കിയപ്പോൾ മാനസികമായ ആ നിറവ് കൂടി അതിൽ അടഞ്ഞുപോയി എന്നുള്ളതാണ്. അപ്പം ആ മാനസികമായ നിറവ് നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ അതെങ്ങനെ നേടാം? മറ്റുള്ളവരായിട്ട് തരേണ്ടത്, ലഭിക്കേണ്ടത്, ഉണ്ടായി വരേണ്ടത് എങ്ങനെ നേടാം? അവിടെയാണ് ആ സംഘർഷം നമ്മളിൽ ഉണ്ടായി വരുന്നത്, മാനസികമായ സംഘർഷം. ഈ മാനസികമായ അടിസ്ഥാന സംഘർഷമാണ് നമ്മൾ ജീവിതത്തിലേക്കും മറ്റെല്ലാ വിധത്തിലേക്കും, വേറെ വിധത്തിൽ പറഞ്ഞാൽ, വ്യാപിക്കുന്നത്. അല്ലെങ്കിൽ ആ മാനസികമായ സംഘർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയുന്നതിന്റെ കാരണം, യു ക്യാൻ റിലാക്സ് ഇൻ യുവർ ഓൺ മാനർ. ഇത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ലഭിക്കേണ്ട പരിഗണന മാറുന്നു, നമ്മുടെ പ്രാധാന്യം മാറുന്നു, നമ്മളാകെ മാറുന്നു. പക്ഷെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഞാൻ 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 ഞാനെന്നൊരു VIP, ഞാനെന്നൊരു വലിയ ആള്, ഞാനെന്നൊരു ഹീറോ. അത് ഇവിടെ തകർത്താടണം എന്നുദ്ദേശിക്കുന്നത് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യേണ്ടത്, നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടത്, പരിഗണന തേടേണ്ടത്.
അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ആ തകർത്താടുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞ മാനസിക സംഘർഷങ്ങള് ഓരോ വ്യക്തികൾ ഉള്ളാലെ ആഗ്രഹിക്കുന്നത്. ഇത് അഡാപ്റ്റേഷൻ ഉള്ള ആളുകളുടെ അവസ്ഥയാണ്. ഇനി നമ്മൾ റിബലസ് എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥയിലേക്ക് പോവാം. ഇപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ആ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട നല്ല അവസ്ഥ, നല്ല സാഹചര്യങ്ങളെ എല്ലാം തടസ്സപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇല്ലാതായത് ഈ സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ എന്നെ വളർത്തിക്കൊടുന്ന ആ മുതിർന്ന ആളുകളാണ്. അങ്ങനെ എൻ്റെ ഈ പോരായ്മയ്ക്ക് എല്ലാത്തിനും കാരണം എൻ്റെ മുതിർന്ന മാതാപിതാക്കള്, സാഹചര്യങ്ങള്, വീട്, ഭൗതികമായ പ്രത്യേകതകളെല്ലാം കൂടിയാണ്. അവയ്ക്കെതിരെ ഞാൻ പോരാടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവയ്ക്കെതിരെ ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റിബല്ലസ്നെസ് കീപ്പ് ചെയ്യുന്നതോളം സംഭവിക്കുന്നത്, ഞാൻ ഒരു ഉയർന്ന ആളാണ്, എന്നെ ഈ ലെവലൊക്കെ താഴ്ത്തിയത് മറ്റുള്ളവരാണ് എന്നൊരു മനോഭാവത്തിലേക്ക് എളുപ്പം എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. എത്തിച്ചേരുന്നതോ പോകട്ടെ, അല്ലെങ്കിൽ ആ നിലനിൽക്കുന്നതാവട്ടെ, ഞാൻ മറ്റുള്ളവരെ എപ്പോഴും ഒരുപടി താഴെ കാണാൻ കൂടി ശ്രമിക്കും എന്നുള്ളതാണ്. ബിക്കോസ് അവർ കാരണം ഞാൻ ഇങ്ങനെ ആയത്, അവർ വളരെ മോശക്കാരാണ് എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് എത്തുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും മോശമായ അവസ്ഥ, എനിക്ക് ചുറ്റും ശത്രുക്കളാണ്, അല്ലെങ്കിൽ എനിക്ക് പകപോക്കേണ്ട ആളുകളാണ് എനിക്ക് ചുറ്റുമുള്ളത്. ഇവരെ എതിർത്തിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഇവരെ അതിജീവിച്ച് എനിക്ക് നല്ല വ്യക്തിയാവാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു മനോഭാവം നിലനിർത്തുകയും ആ മനോഭാവത്തിലാവുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, എല്ലാത്തിനോടും ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ എല്ലാത്തിനോടും പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എൻ്റെ അതിജീവനം വളരെ ദുഷ്കരമാകുന്നു എന്നുള്ളതാണ്. എന്നെ സഹായിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാവരും എൻ്റെ ശത്രുക്കളാണ്. 1, 2, 3 പേരായിരിക്കും എന്നെ ഞാനായിട്ട് മനസ്സിലാക്കുന്നതും എന്നെ ഉൾക്കൊള്ളുന്നതും. അത് ഭൂരിഭാഗം പേരുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തോ അങ്ങനെ ചുരുങ്ങിപ്പോകുന്നു നമ്മുടെ ലോകം. യഥാർത്ഥത്തില് ഈ മറ്റുള്ളവരിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പരിഗണനയും ഏറ്റവും കൂടുതൽ സ്നേഹവും അവർക്ക് ലഭിക്കേണ്ടത്. പക്ഷെ അവരെ ഞാൻ ശത്രുക്കളായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ദോഷം എന്ന് വെച്ചാൽ, അകമേ ഞാൻ ദരിദ്രനാവുന്നു. എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കണമെന്നുണ്ട്, സ്നേഹം അറിയണമെന്നുണ്ട്, പക്ഷെ ആരുമില്ലാത്തൊരവസ്ഥ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നൊരവസ്ഥ, സ്വയമേ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഈ വ്യക്തികൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും ദാരിദ്ര്യം പിടിച്ച മാനസികാവസ്ഥ. അതിന് എന്താണ് കാരണം, എങ്ങനെ ആയി എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ റിബല്ലസ്നെസ് നമ്മൾ സൂക്ഷിക്കുന്ന ആളുകൾ ഈ ലക്കം വളരെ 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 ഗൗരവത്തോടെ കാണണം, അല്ലെങ്കിൽ വളരെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങള്, എൻ്റെ മാതാപിതാക്കള് അല്ലെങ്കിൽ ചുറ്റുപാടുകള്, അവയെല്ലാം എന്നെ ശരിയായ രീതിയിൽ പോഷിപ്പിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ശരിയായ വളർച്ചയ്ക്കോ യുക്തമായിരുന്നില്ല എന്നുള്ളതാണ്. അതിനാൽ ഞാൻ ഈ മനോഭാവത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള തിരിച്ചറിയും. അപ്പൊ അങ്ങനെ ആ ഒരു ഞാനൊരു കൂടിയ ഒരാളും മറ്റുള്ളവർ കുറഞ്ഞ ആളും എന്നൊരു നില, മറ്റുള്ളവരെല്ലാം ശത്രുക്കൾ എന്ന നില, മറ്റുള്ളവരാരും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള നില, അങ്ങനെ ദ അതേഴ്സ് ആർ ആൾ മേക്കിംഗ് പ്രോബ്ലംസ്. എനിക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരെല്ലാം, ആ മറ്റുള്ളവര് എന്ന് പറയുന്നത് ഗൗരവത്തിൽ കാണണം. ഞാൻ ബന്ധപ്പെടുന്ന ഓരോ ആളുകളും, എനിക്ക് വേണ്ടി വരുന്ന ഓരോ ആളുകളും എൻ്റെ ശത്രുക്കളാണ് എന്ന് ഞാൻ അകമേ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എതിർക്കപ്പെടേണ്ട ആളുകളാണെന്ന് അകമേ വിചാരിക്കുന്നു. എന്നിട്ട് എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആ ദിശയിലാവുന്നു എന്നുള്ളതാണ്. അതായത് എതിർത്തുകൊണ്ടേ എനിക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളൊരു മാനസികാവസ്ഥ ഞാൻ നിലനിർത്തുന്നു, ആ മാനസികാവസ്ഥയിൽ ഞാൻ ജീവിക്കുന്നു. പ്രതിഷേധം ആ ഒരു മനോഭാവം എത്രമാത്രം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ കാണുന്ന മുദ്രാവാക്യങ്ങളെല്ലാം പ്രതിഷേധം ആ വാക്കാണെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥ നമ്മൾ മറ്റ് സമൂഹത്തിലേക്ക് വ്യാപരിക്കുകയാണ്. അപ്പൊ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന, എനിക്ക് ചുറ്റും നിലനിൽക്കുന്ന എന്റെ ചുറ്റുപാടുകള്, എങ്ങനെ ചുറ്റുപാടുകളോടും ഏറ്റവും നല്ല മാനസികാവസ്ഥ വെച്ച് പുലർത്തുന്നതിനെയാണ് നമ്മൾ പക്വത എന്ന് പറയുന്നത്. അതെനിക്കറിയാം.
പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നത് മുമ്പ് പറഞ്ഞ രണ്ട് മാനസിക ഭാവത്തിൽ നിന്നുകൊണ്ടായിരിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു 2 മാസം മുമ്പുള്ളത്, അല്ലെങ്കിൽ ഒരു 3 മാസം മുമ്പുള്ളത്, അല്ലെങ്കിൽ ഒരു 6 മാസം മുമ്പുള്ള ഏതെങ്കിലും സംഭവങ്ങളെ നമ്മളൊന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ റീപ്ലേ ചെയ്ത് മനസ്സിലാക്കുക. അതൊരു മോശമായ അനുഭവമുള്ള സാഹചര്യങ്ങളായി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും. നിങ്ങൾ വിജയിച്ച സാഹചര്യങ്ങളാണ് കൂടുതലെങ്കിൽ നിങ്ങളുടെ പക്വത, അഡൽറ്റ് നിങ്ങൾ നല്ലോണം ഉണ്ട് എന്നർത്ഥം. അപ്പം പരാജിതരായി പോകുന്നവർ ഒരു തിരിച്ചറിവ് നേടാൻ നമുക്കതേ പറ്റുള്ളൂ. എൻ്റെ 6 മാസം മുമ്പുള്ള അല്ലെങ്കിൽ ഒരു മാസം എത്രയോ കഴിഞ്ഞ അനുഭവങ്ങളെ ഞാൻ വിശകലനം ചെയ്താൽ മാത്രമേ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ അവസരങ്ങളിൽ ഞാൻ എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത്, എത്രമാത്രം റിബല്ലസ് ആയിരുന്നു, എത്രമാത്രം അഡാപ്റ്റേഷനിലായിരുന്നു. അപ്പോൾ ഒരു സാഹചര്യം പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ നമ്മൾ അതിജീവിച്ചു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറവായിരുന്നു എന്നർത്ഥം, നിങ്ങൾ ശരിയായിരുന്നു എന്നും പറയും. അങ്ങനെയുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ലക്കത്തെ നല്ല രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാവുന്നത് വരെ കാണണം. ആ ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ എവിടെയും എപ്പോഴും ആവശ്യമുള്ളതെന്നൂടെ അറിയാം. അപ്പം ഈ ലക്ക ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്. നിങ്ങളുടെ സഹകരണം തുടർന്ന് പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്.